ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ബാംഗ്ലൂരുള്ള ടിപ്പു സുൽത്താൻ്റെ പാലസിലേക്കാണ്. ഇപ്പോൾ സമയം ഏകദേശം 10-10:30 രാവിലെ തന്നെ നല്ല തിരക്കാണ്. നമ്മൾ ഈ കാണുന്നത് ഒരാൾ പാലസിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ടൂറിസ്റ്റുകൾക്ക് വളരെ സന്തോഷപൂർവ്വം പറഞ്ഞു കൊടുക്കുകയാണ്. ആൾക്കാരെല്ലാവരും അത് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ. മെയിൻ ഗേറ്റിൽ രാവിലെ തന്നെ നല്ല തിരക്കുകൾ തുടങ്ങിയിട്ടുണ്ട്, ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു QR കോഡും കാര്യങ്ങളൊക്കെ ഒരു 2 ബോർഡിലായിട്ട് 2 സ്ഥലത്തായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യയുടെ ഒരു QR കോഡും അതിൻ്റെ സൈറ്റും കാര്യങ്ങളും ഒക്കെയാണ്. അതുവഴിയാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് വേണം, സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അകത്ത് ടിക്കറ്റ് ചാർജ് 20 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ്. ഈ പാലസിനോട് ചേർന്ന് തന്നെ ഒരു അമ്പലമുണ്ട്. പാലസ് വരുന്നതിന് മുന്നേ തന്നെ ഉണ്ടായിരുന്ന ഒരു അമ്പലമാണിത്. ഒരുപാട് ഫാമിലീസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്താ പറയുക, മലയാളീസ് ഒരുപാട് പേരുണ്ട്. മലയാളികളെ നമ്മൾ വേറെ സ്ഥലത്ത് വെച്ച് കാണുമ്പോൾ തന്നെ നാട്ടിലെവിടെയാണ് എന്നൊരു ചോദ്യം, അത് പണ്ടുതൊട്ടേ ഉള്ളൊരു ചോദ്യമാണ്. അത് കേൾക്കുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. സുൽത്താൻ തൻ്റെ ദർബാർ നടത്തിയിരുന്നത് ഇതിൻ്റെ മുകളിലത്തെ നിലയിലെ ബാൽക്കണിയിൽ നിന്നിട്ടാണ്. ദർബാർ എന്ന് പറഞ്ഞാൽ കോടതി നടത്തിയിരുന്നത് അതിൻ്റെ ബാൽക്കണിയിൽ നിന്നിട്ടാണ്. പാലസ് ഏകദേശം 200 വർഷം പഴക്കമുള്ളൊരു പാലസാണ്. ഇതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഏകദേശം 200 വർഷം പഴക്കമുള്ളൊരു പെയിൻറ്റിങ്ങാണ്. ഈ കാണുന്നൊരു പെയിൻറ്റിങ്ങൊക്കെ രണ്ടാമത് അടിച്ച പെയിൻറ്റൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവാണ് ഈ ഒരു പാലസിന് തുടക്കം കുറിച്ചതെങ്കിലും ടിപ്പു സുൽത്താനാണ് ഈ ഒരു പാലസിൻ്റെ പണി പൂർത്തീകരിച്ചത്. ഏകദേശം ഒരു 10 വർഷം എടുത്തു ഈ ഒരു പാലസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഒരു വ്യൂ നോക്കി കഴിഞ്ഞാൽ നല്ല രസമാണ്. ഫ്രണ്ട് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു കുഞ്ഞവിടെ കിടന്ന് കളിക്കുന്നുണ്ട് ഫ്രണ്ടിൽ കിടന്നിട്ട്. ഭയങ്കര രസമാണ് കേട്ടോ, ഫ്രണ്ട് ഗാർഡനും കാര്യങ്ങളും ഒക്കെ. ഇത് മുഴുവനായിട്ടും തേക്കും തടിയിൽ നിർമ്മിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിനെ വുഡൻ പാലസ് എന്നും അറിയപ്പെടുന്നുണ്ട്. നമ്മൾ നെറ്റിൽ വുഡൻ പാലസ് എന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ പല പാലസുകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ടിപ്പു സുൽത്താൻ്റെ വുഡൻ പാലസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു പാലസാണ്. ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ രീതിയിലാണ് ഇതൊരു രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന തൂണുകളാണേലും അല്ലെങ്കിൽ ഭിത്തികളാണേലും ഇവിടെയൊക്കെ അമൂല്യങ്ങളായിട്ടുള്ള സ്വർണ്ണങ്ങളും അതേപോലെ തന്നെ വൈരങ്ങളും രത്നങ്ങളും ഒക്കെ പതിപ്പിച്ചിരുന്നു. ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ മരണപ്പെട്ടു. അതിനുശേഷം ബ്രിട്ടീഷുകാർ ഇതിനകത്തുള്ള എന്താ പറയുക, വൈരങ്ങളാണേലും സ്വർണ്ണങ്ങളാണേലും എല്ലാം ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി. ഇതിനെ ശരിക്കും പറയുന്നത് ടിപ്പു സുൽത്താൻ്റെ ആനന്ദത്തിൻ്റെ പറുദീസ എന്നാണ് പറയുന്നത്. ശരിക്കും ഇതൊരു ആനന്ദത്തിൻ്റെ പറുദീസ തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മതി. ഈ ഒരു തൂണുകളിലും ആർച്ചുകളിലും ഒക്കെ സ്വർണ്ണവും വൈരങ്ങളും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ ഇത് ശരിക്കും ആനന്ദത്തിൻ്റെ പറുദീസ തന്നെയാണ്. ഇതിൻ്റെ പുറത്താണെങ്കിൽ കൂടി നല്ല ഭംഗിയാണ് കാണാൻ, ഗാർഡനും കാര്യങ്ങളൊക്കെ. കൂടുതൽ ആൾക്കാരും വെളിയിൽ നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അകത്തിനെക്കാട്ടിൽ കൂടുതൽ ആളും വെളിയിലാണ് നിൽക്കുന്നത്. ഇതിനകത്ത് ചെറിയൊരു മ്യൂസിയം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു മ്യൂസിയം ഉണ്ട്. അവിടെ വീഡിയോ അലൗഡ് അല്ല. നമ്മൾ വീഡിയോ എടുത്താൽ തന്നെ സെക്യൂരിറ്റി അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കും. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കാത്തത്. ഈ വലിയ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ മിസ്റ്റേക്കോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. അടുത്ത വീഡിയോയിൽ നല്ലൊരു സബ്ജക്റ്റുമായിട്ട് വരുന്നതുവരെ വീണ്ടും കാണാം. ബൈ.